Hi everyone, welcome to my channel Civil Tips and Tricks for Civil Engineers. എൻ്റെ വീഡിയോ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാംസിനും ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസിനും പിന്നെ കേരള PSCയുടെ എക്സാംസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ക്വസ്റ്റ്യൻസ്. നമ്മുടെ എക്സാംസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സാംസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് 9 കണ്ടു. ഇന്ന് നമ്മൾ അതേ തന്നെ വേറെ ചാപ്റ്ററിൽ നിന്ന് നോക്കാം. ഓക്കെ, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് പവർ പ്ലാന്റ്സിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് കാണാം. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഇമ്പോർട്ടൻറ്റ് പവർ പ്ലാന്റ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കാണാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഈസ് ദ ജനറേഷൻ കപ്പാസിറ്റി ഓഫ് മുളമട്ടം പവർ ഹൗസ്? എ വന്നിട്ട് 780 മെഗാവാട്ട്, ബി വന്നിട്ട് 500 മെഗാവാട്ട്, സി വന്നിട്ട് 620 മെഗാവാട്ട്, ഡി വന്നിട്ട് 1000 മെഗാവാട്ട്. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. 5 സെക്കൻഡ്സ് തരാം. ഓക്കെ, ആൻസർ വന്നിട്ട് എ 780 മെഗാവാട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഈസ് ദ ജനറേറ്റിംഗ് വോൾട്ടേജ് ഇൻ എ ജനറേറ്റിംഗ് സ്റ്റേഷൻ? എ വന്നിട്ട് 11 കിലോ വാട്ട്, ബി വന്നിട്ട് 400 കിലോ വോൾട്ട്, ഓക്കെ, ഡി വന്നിട്ട് 600 കിലോ വോൾട്ട്. ആൻസർ വന്നിട്ട് 5 സെക്കൻഡിൽ കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ പറയട്ടെ. ആൻസർ വന്നിട്ട് 11 കിലോ വോൾട്ട് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ദ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ്? എ വന്നിട്ട് വാട്ട് ഹവർ, ബി വന്നിട്ട് ജൂൾ, സി വന്നിട്ട് കിലോ വാട്ട് പെർ ഹവർ, ഡി വന്നിട്ട് വാട്ട് സെക്കൻഡ്. 5 സെക്കൻഡ്സ് തരാം. വേഗം വന്നിട്ട് കമന്റ് സെക്ഷനിൽ ആൻസർ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് സി ആണ്, കിലോ വാട്ട് അവർ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഇൻ എ ബോയിലർ ഡാഷ് ഇസ് എ പ്ലേസ് വെയർ ഫീഡ് വാട്ടർ ഈസ് ഇനിഷ്യലി ഹീറ്റഡ്. എ വന്നിട്ട് സ്ട്രോക്കർ, ബി വന്നിട്ട് സൂപ്പർ ഹീറ്റർ, സി വന്നിട്ട് ഗ്രേറ്റ്, ഡി വന്നിട്ട് എക്കോണമൈസർ. ആൻസർ വന്നിട്ട് 5 സെക്കൻഡ്സിൽ കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് ഡി ആണ്, എക്കോണമൈസർ ആണ്. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിട്ട് വാട്ടർ ഇൻലെറ്റിൽ കൂടെ വാട്ടർ പോകും. അത് കഴിഞ്ഞിട്ട് അത് സ്ക്രാപ്പറിൽ കൂടെ പോയിട്ട് ആ വാട്ടർ ഹീറ്റ് ആയിട്ടാണ് നമ്മുടെ സേഫ്റ്റി വാൽവ് വഴി വാട്ടർ ഔട്ട്ലെറ്റിലോട്ട് പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് കോക്ക്ഹെറൻ ബോയിലർ ഈസ് എ വന്നിട്ട് ഹോറിസോണ്ടൽ, ബി വന്നിട്ട് ഫയർ ട്യൂബ്, സി വന്നിട്ട് വാട്ടർ ട്യൂബ്, ഡി വന്നിട്ട് നൺ. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് ബി ആണ്, ഫയർ ട്യൂബ് ആണ് കോക്ക്ഹെറൻ ബോയിലർ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് കായംകുളം ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഈസ് എ വന്നിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ബി വന്നിട്ട് തെർമോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, സി വന്നിട്ട് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ഡി വന്നിട്ട് വിൻഡ് മിൽ സ്റ്റേഷൻ. ആൻസർ വന്നിട്ട് 5 സെക്കൻഡ്സിൽ കമന്റ് സെക്ഷനിൽ ഇടുക. നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, ആൻസർ വന്നിട്ട് ബി ആണ്, തെർമോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണ് കായംകുളം ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അതിന്റെ ഒരു പിക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് കായംകുളം ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. സെവൻത് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഡീസൽ പവർ പ്ലാന്റ് ഇൻ കേരള ഈസ്? എ വന്നിട്ട് നല്ലാലം, ബി വന്നിട്ട് കായംകുളം, സി വന്നിട്ട് ബ്രഹ്മപുരം, ഡി വന്നിട്ട് നൺ. ഇതിൽ ഏത് ഓപ്ഷൻ ആണെന്ന് കമന്റ് സെക്ഷനിൽ വേഗം ഇടുക. ഓക്കെ, 5 സെക്കൻഡ്സ് ടൈം തരാം. ഓക്കെ, ആൻസർ വന്നിട്ട് സി ആണ്, ബ്രഹ്മപുരമാണ് ആൻസർ. ഓക്കെ, 8th ക്വസ്റ്റ്യൻ വന്നിട്ട് ദ കൺട്രോൾ റോഡ് ഇൻ എ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഈസ് മെയ്ഡ് ഓഫ്?
എ വന്നിട്ട് ബോറോൺ, ബി വന്നിട്ട് സോഡിയം, സി വന്നിട്ട് ഗ്രാഫൈറ്റ്, ഡി വന്നിട്ട് സ്റ്റീൽ. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് ബോറോൺ ആണ് ആൻസർ. അപ്പൊ ഈ കൺട്രോൾ ഡോട്ട്സ് സാധാരണ നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ എന്തിനാണ് വെക്കുന്നത്? കുറഞ്ഞ ഒരുപാട് ന്യൂക്ലിയർ ഫിഷൻ നടക്കൂലേ, അപ്പോൾ അത് ഒരുപാട് കൺട്രോൾഡ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ റോഡ് ബോറോൺ വന്നിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫിഷൻ റിയാക്ഷൻസ് നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 9th ക്വസ്റ്റ്യൻ വന്നിട്ട് the most commonly used moderator in nuclear reactors is A വന്നിട്ട് ഗ്രാഫൈറ്റ്, ബി വന്നിട്ട് ഹെവി വാട്ടർ, സി വന്നിട്ട് ലൈറ്റ് വാട്ടർ, ഡി വന്നിട്ട് ബോറോൺ. ആൻസർ ഏതാണെന്നും കമന്റ് സെക്ഷനിൽ വേഗം ഇടുക. 5 seconds ടൈം തരാം. ആൻസർ വന്നിട്ട് ലൈറ്റ് വാട്ടർ ആണ്. ഈ സാധാരണ യൂസ് ചെയ്യുന്ന മോഡറേറ്ററിന് വന്നിട്ട് നമ്മൾ ഈ ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് വരുന്ന ഹോട്ട് വാട്ടറിനുള്ള ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ആ ടെമ്പറേച്ചർ വന്നിട്ട് സാധാരണ റൂം ടെമ്പറേച്ചറിലോട്ട് ആക്കുന്ന പ്രോസസ്സാണ് നമ്മുടെ ലൈറ്റ് വാട്ടർ ചെയ്യുന്നത്. 10th ക്വസ്റ്റ്യൻ വന്നിട്ട് എൻറിച്ച്ഡ് യുറാനിയം കണ്ടെയ്ൻസ് മോർ ദാൻ 3% യു ഡാഷ്. എ വന്നിട്ട് 238, ബി വന്നിട്ട് 235, സി വന്നിട്ട് 236, ഡി വന്നിട്ട് നൺ. ആൻസർ വന്നിട്ട് 5 seconds കമന്റ് സെക്ഷനിൽ ഇടുക. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും തെറ്റ് വരുന്നതല്ലേ. ഓക്കെ, ആൻസർ വന്നിട്ട് 235, യുറാനിയം 235 ആണ് ആൻസർ. അടുത്തത് വന്നിട്ട് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ നിന്നുള്ള 10 ക്വസ്റ്റ്യൻസ് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ ടഫ്നെസ് ഓഫ് സ്റ്റീൽ? എ വന്നിട്ട് അയൺ, ബി വന്നിട്ട് കാർബൺ, സി വന്നിട്ട് മാംഗനീസ്, ഡി വന്നിട്ട് ഫോസ്ഫറസ്. ആൻസർ വന്നിട്ട് 5 seconds കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് കാർബൺ ആണ്. കാർബൺ ആണ് നമ്മുടെ സ്റ്റീലിന് വന്നിട്ട് ടഫ്നെസ് കൊടുക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് കോമ്പോസിഷൻ ഓഫ് ഡ്യൂറാലൂമിനം ഈസ്. എ വന്നിട്ട് കോപ്പർ, മാംഗനീസ്, മഗ്നീഷ്യം, ബി വന്നിട്ട് കോപ്പർ, സിങ്ക്, മഗ്നീഷ്യം, സി വന്നിട്ട് കോപ്പർ, മാംഗനീസ്, സിങ്ക്, ഡി വന്നിട്ട് മഗ്നീഷ്യം, മാംഗനീസ് ആൻഡ് സിങ്ക്. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് കോപ്പർ, മാംഗനീസ്, മഗ്നീഷ്യം ആണ്. അടുത്തത് വന്നിട്ട് കോൾഡ് റോളിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ബിലോ ഡാഷ് ടെമ്പറേച്ചർ ഓഫ് ദ റോളിംഗ് മെറ്റീരിയൽ. എ വന്നിട്ട് ക്രിസ്റ്റലൈസേഷൻ, ബി വന്നിട്ട് അബൻഡന്റ്, സി വന്നിട്ട് ക്രിട്ടിക്കൽ, ഡി വന്നിട്ട് റീക്രിസ്റ്റലൈസേഷൻ. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് റീക്രിസ്റ്റലൈസേഷൻ ആണ്. അടുത്തത് വന്നിട്ട് റീക്രിസ്റ്റലൈസേഷൻ നമ്മൾ നോക്കിയതാണ്. വെൽഡിങ്ങിൽ വന്നിട്ട് റീക്രിസ്റ്റലൈസേഷൻ ആവൂലേ, അപ്പൊ അത് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. കോൾഡ് വെൽഡിങ്. ഓക്കെ, ദ ഓപ്പറേഷൻ ഓഫ് കട്ടിംഗ് ഇൻ ഇന്റർണൽ ത്രെഡിംഗ് ഇൻ എ ഡ്രിൽഡ് ഹോൾ ഈസ്. എ വന്നിട്ട് റീമിംഗ്, ബി വന്നിട്ട് ടാപ്പിംഗ്, സി വന്നിട്ട് ബോറിംഗ്, ഡി വന്നിട്ട് സിങ്കിങ്. വേഗം വന്നിട്ട് ആൻസർ കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് ടാപ്പിംഗ് ആണ്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ദാറ്റ് എനേബിൾസ് ടു ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ് ഈസ് നോൺ ആസ്. എ വന്നിട്ട് മാലിബിലിറ്റി, ബി വന്നിട്ട് ടഫ്നെസ്, സി വന്നിട്ട് ഡക്ടിലിറ്റി, ഡി വന്നിട്ട് റെസിലിയന്റ്. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് സി, ഡക്ടിലിറ്റി ആണ് ആൻസർ.
ക്വസ്റ്റ്യൻ, കാസ്റ്റ് അയൺ ഈസ് എ വന്നിട്ട് ഡക്ടൈൽ, ബി വന്നിട്ട് മാലിയബിൾ, സി വന്നിട്ട് സോഫ്റ്റ്, ഡി വന്നിട്ട് ബ്രിട്ടിൽ. ഇതിൽ ഏതാണ് ആൻസർ എന്ന് ആ കമന്റ് സെക്ഷനിൽ ഇടുക. ബ്രിട്ടിലാണ് ആൻസർ. ഓക്കെ. 7th ക്വസ്റ്റ്യൻ വന്നിട്ട് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ഈസ്. ഓപ്ഷൻസ് തരാം. ഓപ്ഷൻസ് എ കാസ്റ്റ് അയൺ, ഓപ്ഷൻ ബി റോട്ട് അയൺ, ഓപ്ഷൻ സി ഗ്രേ അയൺ, ഓപ്ഷൻ ഡി മൈൽഡ് സ്റ്റീൽ. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് ബി ആണ്. എന്താണ്? റോട്ട് അയൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ആണ് റോട്ട് അയൺ. ഏറ്റവും ഇംപ്യൂർ ഫോം ഓഫ് അയൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറയുന്നത് പിഗ് അയൺ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് കാസ്റ്റ് അയൺ യൂഷ്വലി കണ്ടെയ്ൻസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ. എ വന്നിട്ട് 0.1 to 0.2%, ബി വന്നിട്ട് 0.5 to 1%, സി വന്നിട്ട് 1 to 1.5%, ഡി വന്നിട്ട് 2 to 4%. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് ഡി ആണ്, 2 to 4%. 9th ക്വസ്റ്റ്യൻ വന്നിട്ട് എ നോൺ കമ്പസ്റ്റബിൾ ഇലക്ട്രോഡ് വെൽഡിംഗ് ടെക്നിക് ഈസ്. എ വന്നിട്ട് മിഗ്, ബി വന്നിട്ട് ടിഗ്, സി വന്നിട്ട് SMAW, ഡി വന്നിട്ട് SAW. സോ ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആൻസർ വന്നിട്ട് ബി ആണ്, ടിഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ടിഗ് എന്താ, മിഗ് എന്താ, SMAW എന്താ, SAW എന്താന്ന് ഉള്ള വീഡിയോ വന്നിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, വെൽഡിംഗ് വരുന്നുള്ളത്. ഓക്കെ. 10th ക്വസ്റ്റ്യൻ വന്നിട്ട് ഫ്ലെയിം സ്യൂട്ടബിൾ ഫോർ വെൽഡിംഗ് ഹൈ കാർബൺ കണ്ടന്റ് എലമെന്റ്സ് ഈസ്. എ വന്നിട്ട് ന്യൂട്രൽ, ബി വന്നിട്ട് ഓക്സിഡൈസിങ്, സി വന്നിട്ട് കാർബോറൈസിങ്, ഡി വന്നിട്ട് ഐദർ കാർബോറൈസിങ് ഓർ ഓക്സിഡൈസിങ്. ആൻസർ വന്നിട്ട് വേഗം കമന്റ് സെക്ഷനിൽ ഇടുക. ആൻസർ വന്നിട്ട് സി ആണ്, കാർബോറൈസിങ് ആണ്. ഓക്കെ, കാർബൺ ഉണ്ടെങ്കിൽ അത് കാർബോറൈസിങ് ആയിട്ട് വരും. ഓക്കെ, ഇതോടെ വന്നിട്ട് ക്ലാസ് കഴിയുകയാണ്. അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് തെർമോഡൈനാമിക്സിനെ പറ്റിയും ഉള്ള പിന്നെ എൻജിൻസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് കാണാം. തെർമോഡൈനാമിക്സ് മാത്രമേ ഇനി കാണത്തുള്ളൂ. പിന്നെ അടുത്തത് വന്നിട്ട് നമുക്ക് സിവിലിൽ നിന്ന് കാണാം. ഓക്കെ, ഇതോടെ വന്നിട്ട് മെക്കാനിക്കൽ തീരുകയാണ്. Thank you and all the best for your exams.